നമസ്കാരം. മീഡിയ സെന്റർ കൊല്ലം മധ്യാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മലയോര ഹൈവേ യാഥാർത്ഥ്യമാകുന്നതോടെ കാർഷിക ടൂറിസം മേഖലയ്ക്ക് വൻ കുതിപ്പുണ്ടാകുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. കിഫ്ബി പദ്ധതി നാടിന്റെ മുഖച്ഛായ മാറ്റി. കിഫ്ബി കൂടി വന്നതിന് ശേഷം വലിയ കുതിപ്പാണ് സംസ്ഥാനത്തുണ്ടായത്. അഞ്ചൽ ബൈപ്പാസ് മന്ത്രി നാടിന് സമർപ്പിച്ചു. കുലശേഖരപുരം ഗ്രാമപഞ്ചായത്തിലെ UDF അംഗങ്ങൾ റോഡ് ഉപരോധിച്ചു. റോഡിന്റെ നവീകരണം നടത്താത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു ഉപരോധം. പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. കരുനാഗപ്പള്ളിയിൽ 110 kV സബ്സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്തു. മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഓൺലൈനിലൂടെ ഉദ്ഘാടനം നിർവഹിച്ചു. 66 kV സബ്സ്റ്റേഷനാണ് 110 kV ആയി ഉയർത്തിയത്. വിശദമായ വാർത്തകളിലേക്ക്. മലയോര ഹൈവേ പൂർണ്ണമായും യാഥാർത്ഥ്യമാകുന്നതോടെ കാർഷിക ടൂറിസം മേഖലയ്ക്ക് വൻ കുതിപ്പുണ്ടാകുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. കിഫ്ബി പദ്ധതി നാടിന്റെ മുഖച്ഛായ തന്നെ മാറ്റിയെന്നും പശ്ചാത്തല വികസന രംഗത്ത് 7.5 വർഷക്കാലമായി വലിയ കുതിപ്പാണ് ഉണ്ടായിട്ടുള്ളതെന്നും മന്ത്രി പറഞ്ഞു. അഞ്ചൽ ബൈപ്പാസ് നാടിന് സമർപ്പിക്കുകയായിരുന്നു മന്ത്രി. ഈ പ്രവൃത്തി പൂർത്തീകരിക്കുന്നതോടുകൂടി നാടിന്റെ മുഖച്ഛായ തന്നെ മാറുകയാണ്. അതോടൊപ്പം നവീകരിച്ച 4 റോഡുകളുടെ ഉദ്ഘാടനം, അഞ്ചൽ ബൈപ്പാസ് ഉദ്ഘാടനം വളരെ സന്തോഷത്തോടു കൂടി നിർവഹിച്ചതായി അറിയിക്കുകയാണ്. നമുക്കറിയാം, പശ്ചാത്തല വികസന രംഗത്ത് കഴിഞ്ഞ 7.5 വർഷക്കാലം കിഫ്ബി കൂടി വന്നതിന് ശേഷം വലിയ കുതിപ്പാണ് നമ്മുടെ സംസ്ഥാനത്തുണ്ടായത്. പുതിയ റോഡുകൾ, പാലങ്ങൾ, കെട്ടിടങ്ങൾ എല്ലാം നമ്മുടെ സംസ്ഥാനത്ത് നിരവധിയായി വന്നു. അഞ്ചൽ ടൗണിലെ കനത്ത ഗതാഗതക്കുരുക്ക് ഒഴിവാക്കുന്നതിനായി ആയൂർ അഞ്ചൽ റോഡിലെ കുരിശിൻമൂടി ജംഗ്ഷനിൽ ആരംഭിച്ച് അഞ്ചൽ പൊന്നൂർ റോഡിൽ സെന്റ് ജോർജ് സ്കൂൾ ജംഗ്ഷനിൽ ബന്ധിപ്പിക്കുന്ന 2.009 കിലോമീറ്റർ നീളവും 18 മീറ്റർ വീതിയിലുമാണ് അഞ്ചൽ ബൈപ്പാസ് നിർമ്മിച്ചിരിക്കുന്നത്. PS സുപാൽ MLA അധ്യക്ഷനായിരുന്നു. പൊതുമരാമത്ത് വകുപ്പുമായി ബന്ധപ്പെട്ട് ആ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഈ വികസന പ്രവർത്തനങ്ങൾ കേരളത്തിൽ ദ്രുതഗതിയിൽ നടക്കുമ്പോൾ അതിന് നേതൃത്വം നൽകുന്ന മന്ത്രി എന്നുള്ള തലത്തിൽ ശ്രീ മുഹമ്മദ് റിയാസിന്റെ പങ്കിനെ സംബന്ധിച്ച് പറയാതിരിക്കാൻ കഴിയില്ല. NK പ്രേമചന്ദ്രൻ MP, കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ S ജയമോഹൻ, മുൻ മന്ത്രി അഡ്വക്കേറ്റ് K രാജു, ജില്ലാ പഞ്ചായത്ത് അംഗം അംബികാകുമാരി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി, വൈസ് പ്രസിഡന്റ് KC ജോസ്, അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S സജീവ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. വാഹനാപകടത്തിൽ കാൽനട യാത്രികന് പരിക്കേറ്റു. ഹോട്ടൽ ജീവനക്കാരനാണ് പരിക്കേറ്റത്. നടന്നു പോവുകയായിരുന്ന ഇയാളെ ബൈക്കിടിച്ച് വീഴ്ത്തുകയായിരുന്നു. അടൂർ ഭരണിക്കാവ് റോഡിൽ സിനിമാപ്പറമ്പ് ജംഗ്ഷന് സമീപമായിരുന്നു അപകടം. അടൂർ ഭരണിക്കാവ് റോഡിൽ സിനിമാപ്പറമ്പ് ജംഗ്ഷന് സമീപമായിരുന്നു അപകടം. റോഡ് മുറിച്ചു കടക്കുകയായിരുന്ന കാൽനട യാത്രികനെ പിന്നാലെ എത്തിയ ബൈക്ക് ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു. കഴിഞ്ഞ ദിവസം വൈകിട്ട് 4 മണിയോടെയായിരുന്നു അപകടം. ഹോട്ടൽ ജീവനക്കാരനായ രാമചന്ദ്രൻ ജോലി കഴിഞ്ഞ് ബസ് സ്റ്റാൻഡിലേക്ക് പോകുമ്പോഴായിരുന്നു ഭരണിക്കാവിൽ നിന്ന് കൊട്ടാരക്കര ഭാഗത്തേക്ക് പോയ ബൈക്ക് രാമചന്ദ്രനെ ഇടിച്ചു വീഴ്ത്തിയത്. രാമചന്ദ്രന് അപകടത്തിൽ പരിക്കേറ്റു. ഇയാളെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, ചക്കുവള്ളി. തേവലക്കര പാലക്കൽ MLP സ്കൂളിൽ പ്രഭാത ഭക്ഷണ പരിപാടിയുടെ ചവറ ഉപജില്ലാതല ഉദ്ഘാടനം നടത്തി. ചെറുധാന്യ പായസ വിതരണവും ഇതോടനുബന്ധിച്ച് നടന്നു. രാജ്യാന്തര ചെറുധാന്യ വർഷാചരണത്തിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. തേവലക്കര പാലക്കൽ MLPSലാണ് പ്രഭാത ഭക്ഷണ പരിപാടിക്ക് തുടക്കമായത്. ഇതോടൊപ്പം ചെറുധാന്യ പായസ വിതരണവും നടത്തി. പ്രഭാത ഭക്ഷണ പരിപാടിയുടെ ചവറ ഉപജില്ലാതല ഉദ്ഘാടനം ഡോക്ടർ സുജിത് വിജയൻപിള്ള MLA നിർവഹിച്ചു. ചെറുധാന്യ പായസം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് കുറച്ച് പേര് മില്ലറ്റ് പായസം എന്ന് പറഞ്ഞ് കുടിച്ചാൽ മതി. നല്ല എന്താണെന്ന് നമുക്ക് നല്ല ആരോഗ്യം വരാൻ വേണ്ടിയിട്ടുള്ള ഈ മില്ലറ്റിനകത്ത് എന്താ ഉള്ളത്, ചെറുധാന്യങ്ങൾക്കകത്ത് എന്താ ഉള്ളത്, നമുക്ക് കുട്ടികൾക്ക് വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള വിറ്റമിൻ ഉള്ളത് അല്ലേ, വൈറ്റമിൻസ്, അതുപോലെ മിനറൽസ്, ഇത് കൂടുതലായിട്ടുള്ളതാണ് ചെറുധാന്യങ്ങൾ. വീട്ടിലെല്ലാവരും കഴിക്കാറുണ്ടോ? തോരൻ കഴിക്കുന്നവർ എത്ര പേരുണ്ട്? പയർ തോരൻ കഴിക്കുന്നവർ എത്ര പേരുണ്ട്? എല്ലാവരും കഴിക്കുമോ? അത് വെറുതെ കളയത്തല്ലേ ഉള്ളൂ. എനിക്ക് തോന്നുന്നത് സാമ്പാറിൻ്റെ കൂട്ടത്തിൽ കഷ്ണമൊക്കെ കിട്ടുമ്പോൾ അത് മാറ്റി വെച്ച് കളയത്തേ ഉള്ളൂ. നിങ്ങൾ കഴിക്കത്തില്ല. കഴിക്കൂല്ലേ? ഗുഡ്, വെരി ഗുഡ്. എല്ലാവരും കൈ താത്തിട്ടോ. നല്ല ബുദ്ധി കിട്ടാൻ പഠിക്കുന്ന കുട്ടികൾക്ക് എന്താ വേണ്ടേ? ബുദ്ധിയും ഓർമ്മശക്തിയും വേണം അല്ലേ? അതിന് വേണ്ടിയിട്ടൊക്കെ. അപ്പം കുട്ടികൾക്ക് പലർക്കും രക്തക്കുറവുണ്ട്. രക്തക്കുറവ് വന്നാൽ എന്തൊക്കെ വരും? രക്തക്കുറവ് വന്നാൽ തലകറക്കം വരും, വിളർച്ച വരും അല്ലേ, ബോധക്കേട് വരും. അപ്പോൾ ഇതൊക്കെ മറികടക്കുവാനാണ് ഈ മില്ലറ്റ് പോലുള്ള ആഹാരങ്ങൾ നമ്മൾ ഭക്ഷണത്തിൽ കഴിക്കണമെന്ന് പറയുന്നത്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് S ഷാനവാസ് അധ്യക്ഷത വഹിച്ചു.
പ്രഥമാധ്യാപിക വി ഫസീലത്ത് ബീവി സ്വാഗതം പറഞ്ഞു. നമ്മൾ ഇന്നു മുതൽ എല്ലാ ദിവസവും സ്കൂളിൽ പ്രഭാത ഭക്ഷണം കുട്ടികൾക്ക് നൽകാനായിട്ട് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. അതേപോലെ ചവറ സബ് ജില്ലയുടെ മില്ലറ്റ് ദിനാചരണത്തിന്റെ സബ് ജില്ലാതല ഉദ്ഘാടനവും നമ്മുടെ സ്കൂളിൽ വെച്ച് നടക്കുന്നതിന്റെ സന്തോഷത്തിലാണ്. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പി സജി മുഖ്യപ്രഭാഷണം നടത്തി. നോൺമീൽ ഓഫീസർ കെ ഗോപകുമാർ പദ്ധതി വിശദീകരിച്ചു. സുമയ്യ അഷറഫ്, ബീന റഷീദ്, സലിം പേരാട്ട്, UA ബഷീർ, ബദറുദ്ദീൻ കൈമ വീട്ടിൽ, പൊന്നമ്പിളി, നജിമുദ്ദീൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ. കുലശേഖരപുരം ഗ്രാമപഞ്ചായത്തിലെ UDF അംഗങ്ങൾ റോഡ് ഉപരോധിച്ചു. പുത്തൻപുരമുക്ക് വരെയുള്ള റോഡിന്റെ നവീകരണം നടത്താത്തതിൽ പ്രതിഷേധിച്ചാണ് റോഡ് ഉപരോധിച്ചത്. പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. വർഷങ്ങളായി തകർന്നു കിടക്കുന്ന പുതിയകാവ് TB മുക്ക് പഞ്ചമിമുക്ക് റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ജില്ലാ പഞ്ചായത്തിന്റെ ഭരണാനുമതി ലഭ്യമായ പുത്തൻപുരമുക്ക് വരെയുള്ള 1/2 കിലോമീറ്റർ ഭാഗം നവീകരിക്കുന്നതിന് തടസ്സം സൃഷ്ടിച്ച് ജനങ്ങളെയും യാത്രക്കാരെയും ബുദ്ധിമുട്ടിലാക്കുന്ന നിലപാടാണ് ഗ്രാമപഞ്ചായത്ത് സ്വീകരിക്കുന്നതെന്ന് ആരോപിച്ചാണ് UDF പഞ്ചായത്ത് അംഗങ്ങൾ റോഡ് ഉപരോധിച്ചത്. യൂസഫ് കുഞ്ഞ്, ഇർഷാദ് ബഷീർ, ദീപക്, സൗമ്യ, സ്നേഹലത എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ഉപരോധ സമരം. ഭരണാനുമതി ലഭിച്ച ഭാഗം നന്നാക്കി സഞ്ചാരയോഗ്യമാക്കുന്നതിന് ജില്ലാ പഞ്ചായത്ത് അധികൃതർ അടിയന്തരമായി ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. പോലീസ് എത്തി റോഡ് ഉപരോധിച്ചവരെ അറസ്റ്റ് ചെയ്തു നീക്കി. ആദിനാട് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് KM നൌഷാദ് ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തു. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാവും. ഇനി ഇത് ചിലപ്പോൾ നമ്മള് ജില്ലാ പഞ്ചായത്ത് നമ്മുടെ വീട്ടിന്റെ മുമ്പ് പൊണ്ടയായിട്ട് വന്ന വേണ്ടി അവിടെ പൊണ്ടയായിട്ട് വരും. അതാണ് ഇനി വരുന്നുണ്ടായിരിക്കുന്നത്. അവരിന്ന് ഇന്നലെ പറഞ്ഞു ഇന്ന് സമരം നടത്തുന്നോണ്ട് അവര് പറയും ഇവിടെ പണിയുന്നില്ല. പണിയണ്ട, നമ്മളെല്ലാവരും ജില്ലാ പഞ്ചായത്ത് മെമ്പറുടെ വീട്ടിന്റെ മുമ്പ് പോയി സമരം ചെയ്യും. അതാ നമ്മൾ ജില്ലാ പഞ്ചായത്ത് മെമ്പറുടെ വീട്ടിലോട്ട് പണിയാൻ വന്നില്ലേ അവിടെ പോയി സമരം ചെയ്യും. അല്ലാതെ നമ്മളിത് പണിയണ്ടെന്നല്ല പറഞ്ഞ, ആ എസ്റ്റിമേറ്റ് കാണുന്ന വർക്ക് മാത്രം ചെയ്താൽ മതി എന്നാ നമ്മൾ പറഞ്ഞത്. അല്ലാതെ നിങ്ങൾ ആളുകൾ വിചാരിക്കും ഇതെന്തോന്നറിയോ, പഞ്ചായത്ത് കൂടുതൽ ചെയ്യാൻ പറഞ്ഞു. നമുക്കതല്ല, ആ എസ്റ്റിമേറ്റ് കാണുന്ന മാത്രം വർക്ക് ചെയ്താൽ മതി. ബാക്കി നമ്മൾ ബ്ലോക്ക് പഞ്ചായത്തോടെ ചേർന്ന് വടക്കോട്ട് കണ്ട് അവിടെ പൊളിച്ചിട്ടിരുന്ന് അവിടെ സാധനങ്ങൾ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ടൈലാണ് നിരത്തുന്നത്. അങ്ങനെ ആ ഒരു പണി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അൽതാഫ്, പൂക്കുഞ്ഞ്, റഹിയാനത്ത്, കാട്ടിത്തറ താഹ, വേണു കാട്ടുംപുറം, ഷുക്കൂർ, അനീഷ്, മുനീർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. കുണ്ടറയിൽ റെസ്റ്റ് ഹൌസ് ഉദ്ഘാടനം ചെയ്തു. MLA ഫണ്ടിൽ നിന്ന് 1,25 ലക്ഷം രൂപ വിനിയോഗിച്ചായിരുന്നു നിർമ്മാണം. മന്ത്രി PA മുഹമ്മദ് റിയാസ് വിശ്രമ മന്ദിരം നാടിന് സമർപ്പിച്ചു. കുണ്ടറയിൽ റെസ്റ്റ് ഹൌസ് ഉദ്ഘാടനം ചെയ്തു. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 1,25 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് വിശ്രമ മന്ദിരം പൂർത്തീകരിച്ചത്. മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം നിർവഹിച്ചു. 2012-13 കാലഘട്ടത്തിൽ ഈ നാടിന്റെ MLA ആയ കേരളത്തിന് മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കൂടിയായ MA ബേബി അന്നത്തെ തന്റെ MLA ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ചാണ് കുണ്ടറ റെസ്റ്റ് ഹൌസിന് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. കുണ്ടറ റെസ്റ്റ് ഹൌസ് വികസിപ്പിക്കുന്നതിന്റെ പ്രാധാന്യം അദ്ദേഹം മനസ്സിലാക്കുകയും അതിനുവേണ്ടി ഫണ്ട് വിനിയോഗിക്കുകയുമായിരുന്നു. എന്നാൽ കരാറുകാരന്റെ ചില അനാസ്ഥ വന്നു. കെട്ടിട നിർമ്മാണം പാതി വഴിയിൽ നിർത്തേണ്ടി വന്നു. വർഷങ്ങൾക്ക് ശേഷം നീണ്ട നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ കരാറുകാരനെ ഒഴിവാക്കി പുതിയ ടെൻഡർ വിളിച്ചു. തുടർന്ന് പ്രവൃത്തി ആരംഭിക്കുകയും ഇപ്പോൾ റെസ്റ്റ് ഹൌസ് തുറന്ന് പ്രവർത്തിക്കാൻ പോവുകയുമാണ്. മുൻ മന്ത്രി മേഴ്സിക്കുട്ടി അമ്മയും ഇതിനകത്ത് വലിയ സഹായം ചെയ്തു. ഇങ്ങനെ ഇപ്പോൾ ശ്രീ PC വിഷ്ണുനാഥ് MLA നിൽക്കുമ്പോൾ ഈ റെസ്റ്റ് ഹൌസ് യാഥാർത്ഥ്യമാവുകയാണ്. PC വിഷ്ണുനാഥ് MLA അധ്യക്ഷത വഹിച്ചു. ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസ് എല്ലാ ജില്ലയിലും അദ്ദേഹം തന്നെ നേരിട്ട് ഓരോ ജില്ലയിലെയും PWDയുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് വേണ്ടി MLAമാരുടെ യോഗം വിളിച്ചു ചേർത്തിരുന്നു. PWD ഉദ്യോഗസ്ഥന്മാരോടും ഒപ്പം. അപ്പോൾ പ്രധാനമായും ഒരുപാട് കാലങ്ങളായി മുടങ്ങിക്കിടക്കുന്ന പദ്ധതികളുടെ കാര്യത്തിൽ ഞാൻ ആ ഘട്ടത്തിൽ ഈ റെസ്റ്റ് ഹൗസിന്റെ കാര്യം അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജ്യോതീന്ദ്രനാഥ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. NK പ്രേമചന്ദ്രൻ MP മുഖ്യപ്രഭാഷണം നടത്തി. നിർഭാഗ്യവശാൽ നിരവധി സാങ്കേതിക തടസ്സങ്ങളിൽ പെട്ട് പദ്ധതി പൂർത്തീകരിക്കാൻ കഴിയാതെ പോയി. പിന്നീട് നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിരുന്ന ശ്രീമതി J മേഴ്സിക്കുട്ടി അമ്മയുടെ കാലയളവിലുമൊക്കെ അത്തരത്തിലുള്ള ഇടപെടലുകൾ നടന്നു. ഏറ്റവും ഒടുവിൽ എല്ലാ തടസ്സങ്ങളും നീക്കി കോടതിയിലുണ്ടായിരുന്ന സാങ്കേതിക പ്രശ്നങ്ങളും ഒക്കെ പരിഹരിച്ച് ശ്രീ PC വിഷ്ണുനാഥ് കൂടി മുൻകൈ എടുത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ ഈ കാലയളവിൽ ആ പദ്ധതി പൂർത്തീകരിച്ചു.
പൂർത്തീകരിച്ച് നാടിന് സമർപ്പിക്കാൻ കഴിഞ്ഞതിലുള്ള അതിന് നേതൃപരമായ പങ്കുവഹിച്ച ബന്ധപ്പെട്ട എല്ലാ നിയമസഭാംഗങ്ങളെയും ഈ അവസരത്തിൽ ഈ നാടിന്റെ പേരിലുള്ള ഹാർദമായ അഭിനന്ദനങ്ങൾ, അനുമോദനങ്ങൾ ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. മുൻ മന്ത്രിമാരായ MA ബേബി, ജെ മേഴ്സിക്കുട്ടിയമ്മ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. ലൈജു MG, മിനി തോമസ്, സി ബാൾഡുവിൻ, ജയദേവി മോഹൻ, S ശ്യാം, സുരഭി, SL സജികുമാർ, രാജു ഡി പണിക്കർ, T സുരേഷ് കുമാർ, ഇടവട്ടം വിനോദ്, ഫിറോസ് ഷാ സമദ, കായിക്കര ഷാഹുൽ ഹമീദ്, കുളത്തൂർ രവി, S രാജീവ്, ET ബാബു, ബേബി തോമസ്, A സുനിത തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. നാടിന്റെ പൊതുവികസനത്തിന് ഉതകുന്ന പശ്ചാത്തല സൗകര്യങ്ങൾ ഉറപ്പാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി PM മുഹമ്മദ് റിയാസ്. താഴത്ത് കുളക്കട ചെട്ടിയാഴിക്കത്ത് പാലം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നാടുകൾ തമ്മിൽ ബന്ധിപ്പിക്കുക എന്ന സുപ്രധാന ദൗത്യമാണ് പാലങ്ങളിലൂടെ നിർവഹിക്കപ്പെടുന്നതെന്നും മന്ത്രി പറഞ്ഞു. LDF സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ പാലം നിർമ്മാണ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന് സമിതി രൂപീകരിച്ചിരുന്നു. 5 വർഷങ്ങൾ കൊണ്ട് 100 പാലങ്ങൾ നിർമ്മിക്കുകയായിരുന്നു ലക്ഷ്യം. എന്നാൽ 2.25 വർഷത്തിനകം തന്നെ 93 പാലങ്ങൾ സാധ്യമാക്കി. ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കുന്നതിന് ജനങ്ങളോടുള്ള സർക്കാരിന്റെ പ്രതിബദ്ധതയാണ് ഇത് തെളിയിക്കുന്നതെന്നും മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. കുളക്കടയിലെയും മണ്ണടിയിലെയും ജനങ്ങളുടെ സന്തോഷത്തിൽ ഈ സർക്കാരും ഒപ്പം ചേരുകയാണ്. ഏനാത്ത് പാലത്തിന് സമാന്തരമായാണ് ഈ പാലം നിർമ്മിച്ചിട്ടുള്ളത്. ഇവിടെ ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി നേരത്തെ സംസാരത്തിൽ എന്നോട് സൂചിപ്പിച്ചു, മണ്ണടി ക്ഷേത്രം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലേക്ക് വളരെ എളുപ്പത്തിൽ എത്താനാകുന്ന വഴി കൂടിയാണ്. MC റോഡിലെ തിരക്ക് കുറച്ച് യാത്ര ചെയ്യാനും ഈ പാലം ഉപകരിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. കിഫ്ബി പദ്ധതിയിൽ നിന്നും 11,88,00,000 രൂപ ചെലവഴിച്ചാണ് ഈ പാലം യാഥാർത്ഥ്യമായിട്ടുള്ളത്. 11 മീറ്റർ വീതിയിൽ നല്ല നിലയിൽ ഗതാഗതം സാധ്യമാക്കുന്നതാണ് ഈ പാലം. റിപ്പോർട്ടിനകത്ത് വളരെ വിശദമായി സൂചിപ്പിക്കുമെന്നുള്ളതുകൊണ്ട് ഞാൻ കടകളില്ല. ജനങ്ങളിൽ സംതൃപ്തിയും സന്തോഷവും ഉളവാക്കുന്നതാണ് സർക്കാരിന്റെ പ്രവർത്തനങ്ങളുടെ മികവ് ചൂണ്ടിക്കാട്ടുന്നത്. പൊതുപുരോഗതി ഉറപ്പാക്കുന്ന പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന സർക്കാരാണ് ഇതെന്നും അധ്യക്ഷനായ ധനകാര്യമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. കുറച്ച് തീർന്നുപോയെങ്കിലും പിന്നീട് കിഫ്ബി പലതവണ ഇത് റിവൈസ് ചെയ്ത് കേരളത്തിലൂടെ വളരെ ബുദ്ധിമുട്ട് നടത്തിയിട്ടാണ് ഇത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞത്. പൂർത്തീകരിക്കാനായിട്ട് ഏറ്റവും പ്രധാനം പ്രളയം വന്നപ്പോൾ ഡിസൈനാകെ മാറി എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. പ്രളയം വന്നപ്പോൾ ഇതിന്റെ വെള്ളം വരുന്നതിന്റെ അളവ് മേലോട്ടാവും എന്നുള്ളത് ഡിസൈൻ മാറ്റുന്നതാണ്. അതെല്ലാം കൃത്യമായി ചെയ്ത് നമുക്കിപ്പോൾ ഈ പാലം പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. 2 കരയിലുള്ളവരുടെ സന്തോഷം ഞാൻ എടുത്തു പറയേണ്ടതുണ്ട്. ആ സന്തോഷമാണ് ഇത്രയേറെ ആളുകളെ വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് പ്ലാൻ ചെയ്തൊരു കാര്യത്തിൽ ഇത്രയേറെ ആളുകളെ അവിടെ എത്തിച്ചത്. ആ സന്തോഷമാണ്. ആ സന്തോഷം ജനങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ് ഏതൊരു ഗവൺമെന്റിന്റെയും ഭരണത്തിന്റെയും പ്രധാന ഉത്തരവാദിത്വം. സമസ്ത മേഖലകളിലെയും ഇടതടവില്ലാത്ത വികസനം തുടർ പ്രക്രിയയായി കേരളത്തിൽ നടത്തുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ, കൊടിക്കുന്നിൽ സുരേഷ് MP എന്നിവർ മുഖ്യാതിഥികളായി. ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ, രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. പാലം നിർമ്മാണത്തിന് സൗജന്യമായി ഭൂമി വിട്ടു നൽകിയ കുടുംബങ്ങളെ ചടങ്ങിൽ ആദരിച്ചു. നിർമ്മാണം അതുമായി ബന്ധപ്പെട്ട ഒരുപാട് നാൾവഴികൾ നമ്മുടെ മുന്നിൽ കടന്നുപോയിരുന്നു. എന്നാൽ ഈ പാലം നിർമ്മിക്കാൻ ആവശ്യമായ അല്ലെങ്കിൽ പാലത്തിന്റെ നിർമ്മാണത്തിന് പ്രതിസന്ധിയുണ്ടായ ഒരു ദൈവദൂതനെ പോലെയാണ് നമ്മുടെ ധനകാര്യമന്ത്രി. അദ്ദേഹം ഈ നാടിന്റെ MLA ആയി ധനകാര്യമന്ത്രിയായി വന്നത്. അതുകൊണ്ടാണ് ഈ പാലത്തിന്റെ പ്രതിസന്ധി പരിഹരിച്ച് കിഫ്ബിയിലൂടെ 11.5 കോടി രൂപ അല്ലെങ്കിൽ 11.45 രൂപ അനുവദിച്ച് പ്രതിസന്ധി പരിഹരിച്ച് പാലം നിർമ്മാണം യാഥാർത്ഥ്യമാക്കി അതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. കരുനാഗപ്പള്ളിയിൽ 110 kV സബ്സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്തു. വൈദ്യുത മന്ത്രി K കൃഷ്ണൻകുട്ടി ഓൺലൈനിലൂടെയാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. കരുനാഗപ്പള്ളി 66 kV സബ്സ്റ്റേഷന്റെ ശേഷി 110 kV ആയി ഉയർത്തിയതോടെ വോൾട്ടേജ് ക്ഷാമത്തിനുൾപ്പെടെ പരിഹാരമാകും. കരുനാഗപ്പള്ളി സബ്സ്റ്റേഷനിൽ നടന്ന ചടങ്ങിലാണ് മന്ത്രി K കൃഷ്ണൻകുട്ടി ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചത്. വൈദ്യുതി എത്തിക്കാനുള്ള ലൈനുകളുടെ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും ലഭ്യമായ വൈദ്യുതി സംസ്ഥാനത്തുടനീളം സുഗമമായി എത്തിക്കുന്നതിനും സംസ്ഥാനത്തുള്ള പ്രസരണ ശൃംഖല ശക്തിപ്പെടുത്തുവാനും വൈദ്യുതി ഉപയോഗം വർദ്ധിപ്പിക്കുന്നതിനനുസരിച്ച് ഭാവിയിലേക്കുള്ള വൈദ്യുതി ആവശ്യങ്ങൾ കണക്കിലെടുത്ത് തടസ്സരഹിതമായി വൈദ്യുതി വിതരണം നടത്തുവാനും വിഭാവനം ചെയ്യുന്ന പദ്ധതിയാണ് ട്രാൻസ്മിറ്റർ. 10,000 കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന ഈ പദ്ധതി 2 ഘട്ടങ്ങളായാണ് നടപ്പാക്കുന്നത്.
400 kV-യുടെ 3 സബ്സ്റ്റേഷനുകളും 220 kV-യുടെ 22 സബ്സ്റ്റേഷനുകളും 110 kV-യുടെ സബ്സ്റ്റേഷനും 3670 സർക്യൂട്ട് കിലോമീറ്റർ എക്സ്ട്രാ ഹൈ വോൾട്ടേജ് ലൈനുകളുമാണ് പ്രധാനമായി ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കരുനാഗപ്പള്ളി നഗരസഭയിലെയും ക്ലാപ്പന, ആലപ്പാട്, തഴവ, കുലശേഖരപുരം, പന്മന, തൊടിയൂർ, മൈനാഗപ്പള്ളി പഞ്ചായത്തുകളിലെയും 1 ലക്ഷത്തോളം വരുന്ന വാണിജ്യ, വ്യാവസായിക, ഗാർഹിക ഉപഭോക്താക്കൾക്ക് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കും. 20.5 കോടി രൂപ ചെലവഴിച്ചാണ് പദ്ധതി നടപ്പാക്കിയത്. 1968 കരുനാഗപ്പള്ളി 66 kV സബ്സ്റ്റേഷൻ പ്രവർത്തനം ആരംഭിച്ചത്. വർദ്ധിച്ചു വരുന്ന വൈദ്യുതി ഉപഭോഗങ്ങൾ നിറവേറ്റുന്നതിന് ഇത് അപര്യാപ്തമായതോടെയാണ് സ്റ്റേഷന്റെ ശേഷി 110 kV-യിലേക്ക് ഉയർത്തുന്നതിനുള്ള പദ്ധതികൾ ആരംഭിച്ചത്. ശാസ്താംകോട്ട സബ്സ്റ്റേഷനിൽ നിന്നാണ് കരുനാഗപ്പള്ളിയിലേക്ക് 110 kV വൈദ്യുതി എത്തിക്കുന്നത്. ഇതിനായി 13.2 കിലോമീറ്റർ 110 kV ഡബിൾ സർക്യൂട്ട് ലൈൻ സ്ഥാപിച്ചു. ശാസ്താംകോട്ട സബ്സ്റ്റേഷനിൽ പുതിയ 2 110 kV ഫീഡർ ബേകളും നിർമ്മിച്ചു. പദ്ധതി യാഥാർത്ഥ്യമായതോടെ കരുനാഗപ്പള്ളി സബ്സ്റ്റേഷനിലെ നിലവിലെ 30 MVA ശേഷി 40 MVA ആയി ഉയർത്തപ്പെടും. ഉദ്ഘാടന യോഗത്തിൽ CR മഹേഷ് MLA അധ്യക്ഷനായിരുന്നു. ക്രമാതീതമായി കൂടിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യന്റെ ദൈനംദിന ജീവിതത്തിൽ വെള്ളം പോലെ, വായു പോലെ ഒരു വസ്തുവായി വൈദ്യുതി മാറിയിരിക്കുകയാണ്. നിരവധിയായ വ്യവസായ സ്ഥാപനങ്ങൾ, കച്ചവട സ്ഥാപനങ്ങൾ, മറ്റനുബന്ധ സ്ഥാപനങ്ങളൊക്കെ വർദ്ധിച്ചു വരികയാണ്. എത്രയോ കാലമായി കരുനാഗപ്പള്ളി പ്രദേശത്തെ ജനങ്ങൾ ആഗ്രഹിച്ചിരുന്ന, ആവശ്യപ്പെട്ടിരുന്ന ഒരു പദ്ധതിയുടെ പൂർത്തീകരണം അതിൻ്റെ സന്തോഷകരമായ നിമിഷത്തിലാണ് നമ്മളെല്ലാവരും. KCB ട്രാൻസ്മിഷൻ സിസ്റ്റം ഓപ്പറേഷൻ ആൻഡ് പ്ലാനിംഗ് ഡയറക്ടർ സജി പൗലോസ് സ്വാഗതം പറഞ്ഞു. കൊട്ടാരക്കര ട്രാൻസ്മിഷൻ സർക്കിൾ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ M ചന്ദ്രൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. നഗരസഭാ ചെയർമാൻ കോട്ടയിൽ രാജു, വൈസ് ചെയർപേഴ്സൺ A സുനിമോൾ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ബിന്ദു രാമചന്ദ്രൻ, U ഉല്ലാസ്, PM സൈദ്, നഗരസഭാ കൗൺസിലർ നിസാം ഭായ്, വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ I ഷിഹാബ്, തൊടിയൂർ താഹ, P രാജു, ഷിഹാബ് പൈനുമൂട് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. കാഞ്ഞിരക്കോട് സെന്റ് മാർഗരറ്റ് LP സ്കൂളിൽ ചെറുധാന്യ ഭക്ഷണ പ്രദർശനം നടത്തി. മില്ലറ്റ് വർഷാചരണത്തിന് സമാപനം കുറിച്ചാണ് ഭക്ഷണ പ്രദർശനം സംഘടിപ്പിച്ചത്. രാജ്യാന്തര ചെറുധാന്യ വർഷാചരണത്തിന്റെ സമാപനത്തോടനുബന്ധിച്ചാണ് കാഞ്ഞിരക്കോട് സെന്റ് മാർഗരറ്റ്സ് LP സ്കൂളിൽ ചെറുധാന്യ ഭക്ഷ്യ പ്രദർശനം നടത്തിയത്. കൊട്ടാരക്കര AEO വസന്തകുമാരി ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞിരക്കോട് സെന്റ് മാർഗരറ്റ് LP സ്കൂളിലെ ധാന്യ ദിനാഘോഷവുമായി ബന്ധപ്പെട്ട് മില്ലറ്റ്സിന്റെ ഒരു പ്രദർശനവും മില്ലറ്റ്സ് വിഭവങ്ങളുടെ ഒരു പ്രദർശനവുമാണ് ഇവിടെ നടത്തിയത്. അതിനകത്ത് രക്ഷകർത്താക്കളും അധ്യാപകരും കുട്ടികളും പങ്കെടുത്തു. ലോക്കൽ മാനേജർ, സെന്റ് മാർഗരറ്റ്സ് ഹൈസ്കൂളിലെ HM, വാർഡ് മെമ്പർ എന്നിവർ ഇതിന് നേതൃത്വം നൽകി. സെന്റ് മാർഗരറ്റ് GHS HM കൊളാസ്റ്റിക്ക സ്വാഗതം പറഞ്ഞു. ലോക്കൽ മാനേജർ സിസ്റ്റർ റെജി മേരി അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രഥമാധ്യാപിക T സുസമ്മം, സെന്റ് മാർഗരറ്റ്സ് GHS അധ്യാപകരായ ജോസ് പ്രസാദ്, സിസ്റ്റർ ജിയോ മേരി, LP സ്കൂൾ അധ്യാപകരായ K സിന്ധു, H റീന എന്നിവർ പങ്കെടുത്തു. വീടുകളിൽ നിന്ന് ചെറുധാന്യങ്ങളായ കുതിരവാലി, റാഗി, കമ്പം, ചോളം, തിന തുടങ്ങിയവ കൊണ്ട് പാകം ചെയ്ത ലഘുഭക്ഷണങ്ങൾ, പായസം, കുറുക്ക് തുടങ്ങിയവ പ്രദർശനത്തിലുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. SDP-യുടെ ജനമുന്നേറ്റ യാത്രയുടെ പ്രചരണാർത്ഥം 26-ന് കുന്നത്തൂരിൽ പ്രചാരണ ജാഥ സംഘടിപ്പിക്കും. ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. 29-നാണ് കൊല്ലം ജില്ലയിൽ ജാഥ പര്യടനം നടത്തുന്നത്. രാജ്യത്തിന്റെ വീണ്ടെടുപ്പിന് എന്ന പ്രമേയത്തിലാണ് SDP സംസ്ഥാന പ്രസിഡന്റ് മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി നയിക്കുന്ന ജനമുന്നേറ്റ യാത്ര സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇതിന്റെ പ്രചരണാർത്ഥം 26-ന് കുന്നത്തൂർ മണ്ഡലത്തിൽ പ്രചാരണ ജാഥ സംഘടിപ്പിക്കും. ബന്ധപ്പെട്ടവർ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. സംസ്ഥാന പ്രസിഡന്റ് മൂവാറ്റുപുഴ അഷ്റഫ് മൗലവിയുടെ നേതൃത്വത്തിൽ SDP സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ജനമുന്നേറ്റ യാത്ര ഈ മാസം 14-ാം തീയതി കാസർഗോഡിൽ നിന്നും ആരംഭിച്ച് മാർച്ച് 1-ന് തിരുവനന്തപുരത്ത് സമാപിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി ഓരോ ജില്ലകളിലും പര്യടനം നടത്തി ലക്ഷക്കണക്കിന് ജനാധിപത്യ വിശ്വാസികളുടെ അഭിവാദ്യങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഈ ജനമുന്നേറ്റ യാത്ര ഈ മാസം 29-ാം തീയതി നമ്മുടെ ജില്ലയായ കൊല്ലം ജില്ലയിൽ എത്തിച്ചേരുകയാണ്. കാസർഗോഡ് നിന്നും ആരംഭിച്ച ജനമുന്നേറ്റ യാത്ര 29-നാണ് കൊല്ലം ജില്ലയിൽ എത്തുന്നത്. ഇതിന്റെ ഭാഗമായി മൻസൂർ ഷൂർനാട് ക്യാപ്റ്റനായും നാസർ വൈസ് ക്യാപ്റ്റനായുമാണ് ജാഥ സംഘടിപ്പിച്ചിട്ടുള്ളത്. മണ്ഡലം സെക്രട്ടറി നാസർ കാരുണ്യ, ജോയിന്റ് സെക്രട്ടറി അയൂബ് ചിറയിൽ എന്നിവരാണ് വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തത്. രാജ്യത്തിന്റെ നിരവധി ചരിത്ര നിയമങ്ങൾ അട്ടിമറിച്ചും ഭരണകൂടം പൗരന്മാരെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലൂടെയാണ് നമ്മുടെ ഇന്ത്യ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മുസ്ലിങ്ങളും ദളിതുകളും മറ്റു പിന്നോക്ക മത ന്യൂനപക്ഷ വിഭാഗങ്ങളുടെയും മോഡി ഭരണത്തിൻ്റെ കീഴിൽ മുഴുവൻ അവകാശ ലംഘനങ്ങൾക്കും വിധേയപ്പെട്ട് ബുൾഡോസർ രാജിൻ്റെ ഇരകളായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ശബ്ദിക്കുന്നവരെയും എതിർ ശബ്ദം മുഴക്കുന്നവരെയും കള്ളക്കേസിൽ കുടുക്കി
ജയിലിൽ അടയ്ക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ രാജ്യം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ചക്കുവള്ളി. മയ്യനാട് സ്പെഷ്യൽ ബഡ് സ്കൂളിൽ രക്ഷകർതൃ പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം ഷീലജ ഉദ്ഘാടനം നിർവഹിച്ചു. മയ്യനാട് ഗ്രാമപഞ്ചായത്ത് സ്പെഷ്യൽ ബഡ് സ്കൂളിൽ രക്ഷിതാക്കൾക്ക് വേണ്ടിയാണ് ബോധവൽക്കരണ പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചത്. ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ ഉന്നമനത്തിനും അവകാശ സംരക്ഷണത്തിനും വേണ്ടിയുള്ള RPWD ആക്ട് 2016 18 വയതിനു ശേഷം ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നതിന് വേണ്ടിയുള്ള ലീഗൽ ഗാർഡിയൻഷിപ്പിനെ കുറിച്ചും ക്യാമ്പിൽ രക്ഷിതാക്കളുമായി സംവദിച്ചു. അതിന് ഈ മാറ്റങ്ങളൊന്നും വേണ്ട എന്ന് നമ്മൾ ആ ശരീരശാസ്ത്രം പ്രസ്താവിച്ചിട്ടില്ല. ഇത് നന്നായിട്ട് അതേ സമയത്തെല്ലാം നടക്കും. നമ്മൾ അമ്മമാർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. നമുക്കൊരു ഫ്രസ്ട്രേഷൻ ഉണ്ട്. കുഞ്ഞ് കാണ്ട മെച്യൂറും കൂടെ ഇപ്പം പെൺകുട്ടികളാണെങ്കിൽ കുഞ്ഞ് മെച്യൂറായി എന്നും അറിയാൻ വയ്യാത്ത സമയം എല്ലാം ചെയ്തു കൊടുക്കണ്ടേ. A to Z കാര്യങ്ങൾ എനിക്കറിയാം, നമ്മൾ ചെയ്തു കൊടുക്കണം. അപ്പോൾ ആ സമയത്ത് നമ്മളുടെ പേരൻ്റ് എന്ന ഇല്ലേ അച്ഛൻ അല്ലെ അമ്മ എന്ന നിലയ്ക്ക് നമ്മൾ അനുഭവിക്കുന്നതിൻ്റെ ഏതാണ്ട് ഒരു 4 ഇരട്ടി ഫ്രസ്ട്രേഷനാണ് ഈ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്നത്. നോർമലായിട്ടുള്ള കുഞ്ഞുങ്ങൾ സുഹൃത്തുക്കളിൽ നിന്നറിയും, ടീച്ചേഴ്സിൽ നിന്നറിയും, സ്കൂളിൽ അടുത്തിരിക്കുന്നവരിൽ നിന്ന് പിയർ ഗ്രൂപ്പിൻ്റെ നിന്നറിയും, ഇല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ബന്ധുക്കൾ പിയർ ഗ്രൂപ്പ്. സമൂഹത്തിൽ രക്ഷിതാക്കളും കുട്ടികളും അനുഭവിക്കുന്ന സ്റ്റിഗ്മയെക്കുറിച്ചും അതിനെ നേരിടാനായി രക്ഷകർത്താക്കൾ അവരുടെ മാനസികാരോഗ്യം കാത്തുസൂക്ഷിക്കേണ്ട ആവശ്യകതകളെക്കുറിച്ചും ബോധവൽക്കരണ ക്ലാസ്സിൽ വിശകലനം നടത്തി. മയ്യനാട് സ്പെഷ്യൽ ബഡ് സ്കൂളിൽ നടന്ന പരിപാടി മയ്യനാട് ഗ്രാമപഞ്ചായത്ത് 14ാം വാർഡ് അംഗം ഷീലജ ഉദ്ഘാടനം ചെയ്തു. കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റും പോലീസ് കൗൺസിലറുമായ അനിത സുനിൽ പരിശീലന ക്ലാസ്സിന് നേതൃത്വം നൽകി. CDS ചെയർപേഴ്സൺ ശ്രീലത, CDS മെമ്പർ സൗമ്യ, കൊട്ടിയം റോട്ടറി ക്ലബ് പ്രസിഡന്റ് ഷിബു റാവുത്തർ, സ്പെഷ്യൽ ബഡ് സ്കൂൾ ടീച്ചർമാരായ ഷാനിമോൾ SM, R പ്രീത, ഹെൽപ്പർമാരായ മെറിൻ റോബിൻസൺ, ശ്രീരേഖ എന്നിവർ സംസാരിച്ചു. തുടർന്ന് സംഗീത വിരുന്നുമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊട്ടിയം. കുംഭം പൂയം മഹോത്സവത്തിന്റെ ഭാഗമായി പൊങ്കാല നടത്തി. പാലക്കൽ കുഴിക്കത്തറയിൽ ഭദ്രാഭഗവതി ക്ഷേത്രത്തിലാണ് പൊങ്കാല നടന്നത്. പ്രതിഷ്ഠാ വാർഷികാഘോഷം, കലശപൂജ എന്നിവയും നടത്തി. തേവലക്കര പാലക്കൽ കുഴിക്കത്തറയിൽ ശ്രീ ഭദ്ര ഭഗവതി ക്ഷേത്രത്തിലാണ് പൊങ്കാല നടന്നത്. കുംഭം പൂയ മഹോത്സവത്തിന്റെയും പ്രതിഷ്ഠാ വാർഷികാഘോഷത്തിന്റെയും ഭാഗമായാണ് പൊങ്കാല നടത്തിയത്. തന്ത്രി മേക്കാട്ട് പുത്താജത്തുമടത്തിൽ ഗണപതി നാരായണ ശർമ്മ, മേൽശാന്തി കുപ്പണ ഞാറക്കാട് മണിലാൽ എന്നിവരുടെ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ നടന്നത്. പൊങ്കാലയ്ക്ക് മുന്നോടിയായി അഷ്ടദ്രവ്യ ഗണപതി ഹോമം, ഉഷപൂജ എന്നിവയും നടന്നു. തുടർന്ന് ജലധ്യോണി പൂജ, പഞ്ചഗവ്യം, നവകം, ഉപദേവതകളുടെ കലശപൂജകൾ, കലശാഭിഷേകത്തോടുകൂടി ഉച്ചപൂജ, കാവിലെ പൂജ, നൂറും പാലും എന്നിവയും നടത്തി. നിരവധി ഭക്തരാണ് ചടങ്ങുകളുടെ ഭാഗമായത്. ന്യൂസ് ബ്യൂറോ, ചവറ. പ്രധാന വാർത്തകൾ വീണ്ടും. മലയോര ഹൈവേ യാഥാർത്ഥ്യമാകുന്നതോടെ കാർഷിക ടൂറിസം മേഖലയ്ക്ക് വൻ കുതിപ്പുണ്ടാകുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. കിഫ്ബി പദ്ധതി നാടിന്റെ മുഖച്ഛായ മാറ്റി. കിഫ്ബി കൂടി വന്നതിന് ശേഷം വലിയ കുതിപ്പാണ് സംസ്ഥാനത്തുണ്ടായത്. അഞ്ചൽ ബൈപ്പാസ് മന്ത്രി നാടിന് സമർപ്പിച്ചു. കുലശേഖരപുരം ഗ്രാമപഞ്ചായത്തിലെ UDF അംഗങ്ങൾ റോഡ് ഉപരോധിച്ചു. റോഡിന്റെ നവീകരണം നടത്താത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു ഉപരോധം. പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. കരുനാഗപ്പള്ളിയിൽ 110 kV സബ്സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്തു. മന്ത്രി K കൃഷ്ണൻകുട്ടി ഓൺലൈനിലൂടെ ഉദ്ഘാടനം നിർവഹിച്ചു. 66 kV സബ്സ്റ്റേഷനാണ് 110 kV ആയി ഉയർത്തിയത്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. 25 ലക്ഷത്തിലധികം ഡിജിറ്റൽ കണക്ഷനും 10 ലക്ഷത്തിലധികം ബ്രോഡ്ബാൻഡ് കണക്ഷനുമുള്ള രാജ്യത്തിന് മാതൃകയായിക്കൊണ്ടിരിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ കമ്പനിയാണ് കേരള വിഷൻ. ഡിജിറ്റൽ കണക്ടിവിറ്റിയുടെയും ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റിയുടെയും എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ രാജ്യത്തെ വൻകിട കോർപ്പറേറ്റ് കമ്പനികൾക്കൊപ്പം 8ാം സ്ഥാനത്ത് തല ഉയർത്തി നിൽക്കുന്ന കമ്പനി കൂടിയാണ് നമ്മുടെ കേരള വിഷൻ. കേരള വിഷന്റെ ജില്ലാ ഡിസ്ട്രിബ്യൂഷനും ജില്ലാ ചാനലും സൗത്ത് വോയിസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിൽ യാഥാർത്ഥ്യമാകുന്നു. രാജ്യത്തെ ഒരു കോർപ്പറേറ്റ് കമ്പനിക്കും നൽകാൻ കഴിയാത്ത രീതിയിലുള്ള വിവിധ സേവന മേഖലകളിലേക്ക് കേരള വിഷൻ സൗത്ത് വോയിസിൽ കൂടി കടക്കുകയാണ്.